ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട് പി സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ CPI-യിൽ ഭിന്നത. മുതിർന്ന നേതാവ് മുല്ലക്കര രത്നാകരൻ നിർദ്ദേശിച്ചത് പ്രകാശ് ബാബുവിന്റെ പേരാണ്. ചന്ദ്രശേഖരൻ, GR അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രകാശ് ബാബുവിനെ പിന്തുണച്ചു. ബിനോയ് വിശ്വമാണ് പി സുനീറിന്റെ പേര് ഒടുവിൽ നിർദ്ദേശിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, കുറേ കാലങ്ങളായി അല്ലെ കുറേ വർഷങ്ങളായി CPI-യിൽ നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴത്തെ ഈ സംഭവവുമായി ചേർത്ത് വയ്ക്കാവുന്നതാണ്. പ്രകാശ് ബാബുവിന് ഇത്തവണ അവസരം ലഭിക്കുമെന്ന് പൊതുവെ എല്ലാവരും കരുതിയതാണ്. പക്ഷേ ബിനോയ് വിശ്വം മാത്രമാണ് സുനീറിൻ്റെ പേര് നിർദ്ദേശിച്ചത്. പാർട്ടിക്കകത്ത് നടന്ന ചർച്ചകളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത്തരം ചർച്ചകൾ ഉടലെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യസഭാ സീറ്റ് CPI-ക്ക് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൽ 2 പേരുകളായിരുന്നു CPI സംസ്ഥാന നേതൃത്വം പരിഗണിച്ചിരുന്നതിൽ. ഒന്ന് ആനി രാജയും 2 പ്രകാശ് ബാബുവുമായിരുന്നു. പി സുനീറിന്റെ പേര് വളരെ അപ്രതീക്ഷിതമായി യോഗത്തിൽ ഉയർന്നു വന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ പ്രകാശ് ബാബുവിന്റെ പേരാണ് ഇന്നത്തെ യോഗത്തിൽ നേതാക്കളിൽ ഭൂരിഭാഗവും നിർദ്ദേശിച്ചത്. ഈ പി സുനീറിന്റെ പേര് മുന്നോട്ട് വെച്ചത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. മുല്ലക്കര രത്നാകരനാണ് പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിച്ചത്. അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ അത് പിന്താങ്ങി. പ്രകാശ് ബാബുവാണ് അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്ന മന്ത്രി GR അനിലും യോഗത്തിൽ നിലപാടെടുത്തു. രാജനും പ്രകാശ് ബാബുവിനെ പിന്തുണച്ചു. ചർച്ചയിൽ ആകമാനം ഈ പ്രകാശ് ബാബു മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. അതേസമയം സുനീറിനെ പരിഗണിച്ചത് ന്യൂനപക്ഷം എന്ന നിലയിലാണെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പാർട്ടിയിലെ ന്യൂനപക്ഷ നേതാവ് എന്ന പരിഗണന സുനീറിന് നൽകണമെന്ന ബിനോയ് വിശ്വം, സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ പറയുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് വളരെ അപ്രതീക്ഷിതമായി പി സുനീറിന്റെ പേര് രാജ്യസഭാ സീറ്റിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും CPI-യിൽ തുടർന്നു വരുന്ന വിഭാഗീയത പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അത് വീണ്ടും ഉയരാനുള്ള ഒരു കാരണമായി ഇത് മാറിയേക്കും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കാരണം ഇത്തരം മുതിർന്ന നേതാക്കളുടെ അടക്കം അഭിപ്രായ പ്രകടനങ്ങളെ മറികടന്നുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പി സുനീർ എന്ന പേരിലേക്ക് വന്നത്. സ്വാഭാവികമായും ചർച്ചയ്ക്ക് വിധേയമാകും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു. അതിൽ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഗുരുതരമായ ചില വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. സർക്കാർ വിരുദ്ധ വികാരമാണ് തോൽവിക്ക് കാരണമെന്ന് CPI-യിൽ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരായ വികാരം പ്രതിഫലിച്ചു. പിണറായി വിജയൻ തെറ്റ് ചെയ്തു എന്ന് തോന്നിയ സമയത്ത് തിരുത്താൻ തയ്യാറായില്ലെന്ന ഗുരുതര വിമർശനം കൂടി ഇന്നത്തെ CPI യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ തിരുത്തിയിരുന്നെങ്കിൽ CPI-ക്ക് പിന്തുണ കിട്ടുമായിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇതടക്കമുള്ള ഗുരുതര വിമർശനങ്ങൾ പലതും ഇന്ന് ഉയർന്നിട്ടുണ്ട്. വിജയകുമാർ, മുതിർന്ന നേതാക്കളൊക്കെ ഉയർത്തിയ പേര്, മുല്ലക്കര രത്നാകരൻ ഉൾപ്പെടെ ഉയർത്തിയ പേര് പ്രകാശ് ബാബുവിൻ്റേതായിരുന്നു. ചന്ദ്രശേഖരൻ, GR അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷെ ബിനോയ് വിശ്വം പി സുനീർ മത്സരിക്കട്ടെ എന്ന തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് പി സുനീറിലേക്ക് അപ്രതീക്ഷിതമായി രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം എത്തിയത്. ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരായ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരായ ജനവിരുദ്ധ അല്ലെങ്കിൽ ആ നിലയിലുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കൂടി ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തിരുത്തേണ്ട സമയത്ത് തിരുത്തിയിരുന്നെങ്കിൽ അപകടമുണ്ടായിരുന്നില്ല, അത് CPI മുൻകൈ എടുത്തില്ല തുടങ്ങിയ വിമർശനങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നു എന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്.